ഏറ്റുമാനൂരിൽ BJP പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണം. സ്വർണ്ണക്കവർച്ചയിൽ പ്രതിഷേധിച്ചുള്ള മാർച്ചിന് പിന്നാലെ പിരിഞ്ഞുപോയ പ്രവർത്തകരെയാണ് CPMകാർ ചേർന്ന് മർദ്ദിച്ചത്. സ്ത്രീകൾക്ക് നേരെയും അതിക്രമമുണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ച ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേർന്നുണ്ട്. മിഥുൻ, എന്താണ് നിലവിലെ സാഹചര്യം? ദേവസ്വം മന്ത്രി VM വാസവന്റെ ഓഫീസിലേക്ക് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശക്തമായിട്ടുള്ള മാർച്ചാണ് BJP സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ സമാധാനപൂർവ്വമായിരുന്നു ആ മാർച്ച് സമാപിച്ചത്. പക്ഷേ ഈ മാർച്ച് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന BJP പ്രവർത്തകരെ അതേസമയം തന്നെ പ്രതിഷേധ മാർച്ചുമായി എത്തിയ പ്രകടനവുമായി എത്തിയ CPM പ്രവർത്തകർ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് CPMന്റെ ഈ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു. BJPയുടെ കൊടിത്തോരണങ്ങൾ നശിപ്പിക്കുകയും എല്ലാം ചെയ്തു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ BJP പ്രവർത്തകർക്ക് നേരെയും ശക്തമായിട്ടുള്ള അതിക്രമമാണ് CPM പ്രവർത്തകർ അഴിച്ചുവിട്ടത്. തലയ്ക്ക് ഗുരുതരമായി തന്നെ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. BJPയുടെ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് VP മുകേഷ്, അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ്, രതീഷ് AS, പുതുപ്പള്ളി മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് നികിത, ഈ നികിതയുടെ മകൾ എന്നിവർക്ക് ഈ CPMന്റെ അതിക്രമത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പിന്നീട് ഏറ്റുമാനൂർ സാക്ഷ്യം വഹിച്ചത്. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഏറ്റുമാനൂർ നഗരം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് BJPയുടെ പ്രതിഷേധം നീണ്ടു. നഗരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് BJP പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കും വരെ പിരിഞ്ഞു പോകില്ലെന്നും ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടരുമെന്നും BJP മുന്നറിയിപ്പ് നൽകി. ഒപ്പം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി BJP സംസ്ഥാന നേതാക്കളായിട്ടുള്ള ഷോൺ ജോർജ്, അതുപോലെ തന്നെ അനൂപ് ആന്റണി, ലിജിൻലാൽ, ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തുകയും അക്രമികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഉപരോധം അവസാനിപ്പിച്ച് പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് CPMന്റെ ഈ അതിക്രമത്തിന് പോലീസ് കുടപിടിക്കുകയായിരുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉയർന്നത്. ഈ അക്രമം ഉണ്ടാകുമ്പോൾ ഈ അക്രമികളിൽ നിന്ന് പ്രവർത്തകരെ സംരക്ഷിക്കാതെ ഇത്തരത്തിൽ അടി കിട്ടണ്ടെങ്കിൽ അല്ലെങ്കിൽ മർദ്ദനമേൽക്കണ്ടെങ്കിൽ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഓടിപ്പൊക്കോളൂ എന്നാണ് പോലീസ് ആക്രോശിച്ചത് എന്നാണ് ഇപ്പോൾ മർദ്ദനമേറ്റ BJP പ്രവർത്തകരെല്ലാം തന്നെ പറഞ്ഞത്. ഏതായാലും 2 മണിക്കൂറിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടിയിലേക്കും കുട്ടികൾക്കെതിരെ നടന്ന അതിക്രമത്തിൽ ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കുമെന്നുള്ള ഉറപ്പ് നൽകിയതോടുകൂടിയാണ് BJP പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ഇന്ന് ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ, എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഇപ്പോൾ BJP വ്യക്തമാക്കിയിരിക്കുകയാണ്. മിഥുൻ, നമുക്കറിയാം എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായി മാറുകയാണ്. ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് സർക്കാരും CPMും ഒരുപോലെ പ്രതിരോധത്തിലാകുമ്പോൾ അതിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനുള്ള ഒരു നീക്കം തന്നെയല്ലേ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അന്വേഷണത്തെ പോലും അടിച്ചമർത്തുമോ ഇവർ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിലുള്ള CPMന്റെ അല്ലെങ്കിൽ അതിക്രമങ്ങൾ ഇനിയും ഉണ്ടായാൽ ശക്തമായ പ്രതിഷേധത്തിന് തന്നെയല്ലേ നമ്മൾ സാക്ഷ്യം വഹിക്കുക? തീർച്ചയായിട്ടും നമുക്ക് ഇതോടകം തന്നെ CPM ഈ അന്വേഷണത്തിൽ, സംസ്ഥാന സർക്കാർ നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ല എന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ന് നടന്ന പ്രതിഷേധം, ഏറ്റുമാനൂരിൽ MLA, അതായത് ദേവസ്വം മന്ത്രി VM വാസവന്റെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധത്തിലേക്ക് ഇരച്ചെത്തിയത് 100 കണക്കിന് പേരാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ജലപീരങ്കി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും ഉയർത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്ന ഒരു പ്രതിഷേധമായിരുന്നു ഏറ്റുമാനൂരിൽ നടന്നത്. അതിൽ വിറളി പൂണ്ടുകൊണ്ടാണ് CPM പ്രവർത്തകർ ഇന്ന് പ്രകടനം നടത്തുകയും ഇത്തരത്തിൽ ആക്രമിക്കുകയും ചെയ്തത്. ഈ പ്രകടനം നടക്കുന്ന, ഈ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അഴിമതിയും അതുപോലെ തന്നെ കൊള്ളയും എല്ലാം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധത്തിനെതിരെ സ്വാഭാവികമായിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെ അക്രമം കൊണ്ട് നേരിടാനാണ് ശ്രമമെങ്കിൽ അത് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് BJP അടിച്ച അതേ രീതിയിൽ തന്നെ തിരിച്ചടി നൽകാൻ അറിയാവുന്ന പാർട്ടിയാണ് BJP എന്നുള്ള മുന്നറിയിപ്പാണ് BJP നൽകിയിരിക്കുന്നത്. ഏതായാലും തുറന്നുള്ള ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. എല്ലാ ദിവസവും ഈ VM വാസവന്റെ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്താൻ BJP മടിക്കില്ല എന്ന്
എന്ന് ഇന്ന് പ്രതിഷേധ മാർച്ചിനിടെ അനൂപ് ആന്റണി വ്യക്തമാക്കുകയുണ്ടായി. അത് തന്നെയാണ് പറയാനുള്ളത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുമെന്നല്ലാതെ ഒരു തരത്തിൽ പിന്തിരിയാൻ ഉദ്ദേശമില്ല എന്നാണ് BJP വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.